കൊച്ചിയിൽ 300ഓളം പേർ പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്ന ടാൽറോപ്പ് കമ്പനിയിൽ നടന്നത് വൻ തട്ടിപ്പെന്ന് ജീവനക്കാർ. ആദ്യ മാസം കൃത്യമായി ശമ്പളം നൽകിയ ശേഷം പിന്നീട് ശമ്പളം വൈകിപ്പിക്കും. ഇൻവെസ്റ്റർമാരിൽ നിന്നും കമ്പനി ഉടമകൾ കോടിക്കണക്കിന് രൂപ പറ്റിച്ചു. ടാൽറോപ്പ് കമ്പനിയിലെ 300ഓളം ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും മാസങ്ങളോളം ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. പുതിയതായി നിയമിക്കപ്പെടുന്നവർക്ക് ആദ്യത്തെ മാസം കൃത്യമായി ശമ്പളം നൽകിയ ശേഷം പിന്നീടുള്ള മാസങ്ങളിൽ മുടങ്ങും. അത് പിന്നീട് മാസങ്ങളോളം കുടിശ്ശികയാക്കുമെന്നും ജീവനക്കാർ പറയുന്നു. എന്നെ പോലെ തന്നെ അവിടെ ജോയിൻ ചെയ്ത എല്ലാ എംപ്ലോയീസിനും ഇതുപോലെ ഫസ്റ്റ് മന്ത് സാലറി കൃത്യമായ രീതിയിൽ അവർ എന്തായിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ രണ്ടാമത്തെ മാസത്തെ സാലറി നമുക്ക് തരുന്നത്. ഹയർ ടീമിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുകയോ കോൺടാക്റ്റോ ഒന്നുമില്ല. അവിടെ എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ 6 മാസം മുതൽ 11 മാസം വരെയുള്ള സാലറി പെൻഡിങ് ആയ എംപ്ലോയീസാണ് എല്ലാ ആൾക്കാരും അവിടെ ഉള്ളത്. നിങ്ങളിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരൂ, നമ്മൾ സാലറി തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് സാലറി തരാൻ പറ്റില്ല. എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും അവർ വരുന്നത്. ടാൽറോപ്പ് കമ്പനിയുടെ പേരിൽ ആദ്യം നിയമനം നൽകിയ ശേഷം പിന്നീട് മറ്റ് പേപ്പർ കമ്പനികളുടെ ജീവനക്കാരായി മാറ്റുന്ന രീതിയുമുണ്ട്. ടെക്കി പാർക്ക് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ കരാറുണ്ടാക്കി നിക്ഷേപകരെയും പറ്റിച്ചു. തൃശൂർ സ്വദേശിയായ ഇൻവെസ്റ്ററെ പറ്റിച്ചതിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. പ്രധാന ഉടമയായ സഫീർ നജിമുദ്ദീൻ ഉൾപ്പെടെ തിരുവനന്തപുരം സ്വദേശികളായ ഡയറക്ടർമാർ ചേർന്നാണ് തട്ടിപ്പുകൾ നടത്തുന്നത് എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും NIA-ക്കും ED-ക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കമ്പനിയിലെ ജീവനക്കാരും നിക്ഷേപകരും. കൈരളി ന്യൂസ്, കൊച്ചി.